മുൻ മുഖ്യമന്ത്രിയും CPMൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറുമായിട്ടുള്ള പിണറായി വിജയൻ്റെ വീടുകളിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ ഇതിനകം തന്നെ അത് അറിഞ്ഞിട്ടുണ്ടാവും. വെളുപ്പിന് 6 മണിക്ക് തുടങ്ങിയിട്ടുള്ള റെയ്ഡാണ്. അതേതാണ്ട് 14ഓളം സ്ഥലങ്ങളിൽ ആ റെയ്ഡ് പുരോഗമിക്കുകയാണ്. പിണറായി വിജയൻ്റെ തിരുവനന്തപുരത്തുള്ള വീട്ടിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിണറായിയിലുള്ള പാണ്ഡ്യാല ജംഗ്ഷനിലുള്ള വീട്ടിലും കൂടാതെ PM മുഹമ്മദ് റിയാസിൻ്റെ കോഴിക്കോടുള്ള വീടുകളിലും അതുപോലെ എക്സാലോജിക്കിൻ്റെ ഓഫീസുകൾ നിലനിന്നിരുന്ന സ്ഥലങ്ങളിലും മറ്റ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള CMRLൻ്റെ ഓഫീസിലുമൊക്കെ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടക്കുകയാണ്. ഈ റെയ്ഡ് നടത്താനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു 39 പേജിൻ്റെ, എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല, 39 പേജിൻ്റെ ഒരു വിധി കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് വന്നിരുന്നു. അത് ഈ കേസിൻ്റെ തുടരന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റിസ് TR രവിയുടെ വിധിയാണ് 26-ാം തീയതി നിലവിൽ വന്നത്. ആ വിധി കയ്യിൽ കിട്ടിയതിന് ശേഷം ഉടനെ തന്നെ ആവേശത്തോടു കൂടി ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റുകാർ ഈ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഞാനടക്കം തന്നെ ഈ വീണ വിജയൻ അടക്കമുള്ള ആളുകൾ, വീണ വിജയൻ്റെ നേരിട്ടുള്ള കമ്പനിയാണ് എക്സാലോജിക് എന്ന് പറയുന്നത്, സിംഗിൾ ഡയറക്ടറായിട്ടുള്ള ഒരു കമ്പനിയാണ്. അവർ യഥാർത്ഥത്തിൽ CMRL പോലൊരു കമ്പനിയിൽ നിന്ന് ഇത്തരത്തിലുള്ളൊരു സേവനം നൽകിക്കൊണ്ടാണെങ്കിൽ പോലും ഒരു പണം കൈപ്പറ്റിയതിൻ്റെ പിന്നിൽ ചില ശരികേടുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്നു, അതിലിനി ശരികേടുണ്ട്, അത് അഴിമതിയാണ് എന്ന് പറയുന്ന ഒരു കാര്യം വാദത്തിന് വേണ്ടി സമ്മതിച്ചു കൊടുത്താൽ പോലും ഈ റെയ്ഡും ഈ പറയുന്ന പോലെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ പരാക്രമവും ഒക്കെ ഇന്ത്യയിലുള്ള അഴിമതികളൊന്നും ഇല്ലാതാക്കാനല്ല, പകരം CPMനെ ഇവിടെ ഇല്ലാതാക്കാനുള്ള പരിശ്രമമാണ്. അതുകൊണ്ട് ഇത് പിണറായി വേട്ടയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടക്കുന്നത്. അല്ലാതെ SFIയുടെ അന്വേഷണവും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണവും ഒക്കെ കേവലം 1,72,00,000 രൂപ അത് സേവനങ്ങൾ കൊടുക്കാതെ എക്സാലോജിക് എന്ന് പറയുന്ന ഒരു കമ്പനി കൈപ്പറ്റി എന്ന് പറയുന്നതിൻ്റെ പേരിലല്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, അങ്ങനെ ആയിരുന്നുവെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കേണ്ടിയിരുന്ന 2 പേരുകൾ കൂടിയുണ്ട്. ആ 2 പേരുകൾ ഇപ്പോൾ കേരളത്തിൽ മന്ത്രിമാരാണ് എന്നുള്ളത് മറന്നു പോരുത്. ഒന്ന് രമേശ് ചെന്നിത്തലയാണ്. RCക്ക് പണം കൊടുത്തു എന്നുള്ള ഒരു കാര്യം അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ ഈ CMRLൻ്റെ ഓണറായിട്ടുള്ള ശശിധരൻ കർത്ത, അദ്ദേഹം അറിയപ്പെടുന്നത് കരിമണൽ കർത്ത എന്നാണ്. ആ കരിമണൽ കർത്തയുടെ ഡയറിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഡയറിയിൽ ഉണ്ടായിട്ട് പോലും അത് യഥാർത്ഥത്തിൽ അന്വേഷിക്കപ്പെട്ടിട്ടില്ല. ഇതുവരെ അന്വേഷിക്കാൻ ഇവർക്ക് താല്പര്യവുമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടാമത്തേത് PK എന്ന് പറയുന്ന പേരാണ്. അത് PK കുഞ്ഞാലിക്കുട്ടിയാണെന്ന് പറയുന്ന ആരോപണം ഉണ്ടായിരുന്നു. പക്ഷെ അതും അന്വേഷിക്കപ്പെട്ടിട്ടില്ല. പകരം എങ്ങനെയാണ് വീണ വിജയനിലേക്ക് PV എന്ന് പറയുന്ന പേരിലേക്ക് മാത്രം എത്തുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കണം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഇത് വളരെ രേഖാമൂലം കൃത്യമായി 8 ലക്ഷം രൂപ വീതം പ്രതിമാസം മേടിച്ചുകൊണ്ട് 5 ലക്ഷം രൂപ ഒരു കൺസൾട്ടൻസി ഫീ എന്നുള്ള നിലയിൽ വീണ വിജയൻ മേടിച്ചുകൊണ്ടും അതുപോലെ 3 ലക്ഷം രൂപ അവരുടെ കമ്പനിയിലേക്ക് കൊടുത്തുകൊണ്ടുമുള്ള 8 ലക്ഷം രൂപ മാസം കൊടുത്തുകൊണ്ട് മൊത്തം കൈപ്പറ്റിയിരിക്കുന്നത് 1,72,00,000 രൂപയാണ്. അത് ഒളിച്ചു വെച്ച് മേടിച്ച പണമല്ല, അത് GST അടക്കം അടച്ചിട്ടുള്ള ഒരു പണമാണ്. അതിൽ പോലും ധാർമ്മികമായിട്ടുള്ള ചില കുഴപ്പങ്ങൾ വേണമെങ്കിൽ ആളുകൾക്ക് കണ്ടെത്താമെന്നുള്ളതിനുമപ്പുറം നിയമപരമായി കേസെടുക്കാനുള്ള ഒരു കാര്യവും അതിനകത്ത് നിലനിൽക്കുന്നില്ല. കാരണം ഇത് സർവീസ് കൊടുത്തിട്ടുള്ള കമ്പനിക്കോ അല്ലെങ്കിൽ സർവീസ് കിട്ടിയ കമ്പനിക്കോ ഇതുമായിട്ടൊരു ബന്ധമില്ല, അല്ലെങ്കിൽ അവർ ഒരു പരാതിയും ഉന്നയിച്ചിട്ടില്ല. കൂടാതെ ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് ബോർഡിൽ ഇത് അമിക്കബിളി സെറ്റിൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. അതേസമയം ഇന്ത്യയിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നത് എന്താണെന്ന് കൂടി നമ്മൾ അറിയണ്ടേ. ഇപ്പോൾ സുവേന്ദു അധികാരി ഇതുപോലെ തന്നെ അഴിമതി കേസിൽപ്പെട്ട ഒരാളാണ്. പക്ഷേ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടപടിയെടുക്കുന്നില്ല. പല കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണവും ഉണ്ടായിരിക്കുന്നു. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു? കൂറ് മാറിയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ചാർജസ് എല്ലാം ഇല്ലാതായി. ഇത് തന്നെയാണ് അസാമിൽ ഹിമന്ത ബിശ്വ ശർമ്മക്ക് നടന്നത്. ഇത് തന്നെയാണ് മഹാരാഷ്ട്രയിൽ ശരത് പവാറിനെ വിട്ട് അദ്ദേഹത്തിൻ്റെ അനന്തരവനായിട്ടുള്ള അജിത് പവാർ 30,000 കോടി രൂപയിലുള്ള അഴിമതിയാണ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം NDAയുടെ ഭാഗമായപ്പോഴേക്കും ഈ അഴിമതികളെല്ലാം ഇല്ലാതായി എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് യഥാർത്ഥത്തിൽ BJPയുടെ ഒരു എലക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന വലിയ വിമർശനമുണ്ട്. കാരണം അവർ അന്വേഷിക്കുന്ന കേസുകളെല്ലാം തന്നെ എതിർ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളുടെ കേസുകൾ മാത്രമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് യഥാർത്ഥത്തിൽ ഒരു അഴിമതിക്കെതിരെയുമുള്ള പോരാട്ടമല്ല. അങ്ങനെയൊന്നും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ വിചാരിച്ചു കളയരുത്. ഇത് യഥാർത്ഥത്തിൽ BJPക്ക് കേരളം പിടിക്കാൻ നടത്തുന്ന പിണറായി വേട്ടയാണ് എന്നുള്ളതാണ് ഏറ്റവും യഥാർത്ഥത്തിലുള്ള കാരണം. അത് കുറേ നാളുകളായി ഇവർ തുടങ്ങിയിട്ട് ഞാൻ എൻ്റെ പോഡ്കാസ്റ്റിലൂടെയൊക്കെ തന്നെ അതിനെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സെക്കൻഡ് സ്റ്റേജിലേക്ക് അവർ കടക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ
പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് പോലും പിണറായിയുടെ ഒരു ഇമേജ് തകർത്തടിക്കാനും അതുപോലെ തന്നെ BJPക്ക് നേട്ടമുണ്ടാക്കാനും സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് മുക്ത ഭാരതമാണ് BJPയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മളോട് അവർ പറഞ്ഞ ഏറ്റവും വലിയ ഒരു കപട നാട്യമാണ്, ഒരു കള്ളമാണ് എന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. അതിൻ്റെ കാരണം കോൺഗ്രസ് അവർക്കിവിടെ നിലനിന്നാലും പേടിക്കാനൊന്നുമില്ല. ഇപ്പോൾ ഈ ആസാമിൽ ഈസി ആയിട്ട് കോൺഗ്രസിനെ അവർ പരാജയപ്പെടുത്തി. ഹിമന്ത് ബിശ്വ ശർമ്മ വീണ്ടും ഇരിക്കുകയാണ്. ബീഹാറിൽ അവർ കോൺഗ്രസിനെ പരാജയപ്പെടുത്തി. അതുപോലെ ഹരിയാനയിൽ നേർക്കുനേർ പോരാട്ടമായിരുന്നു, അവർ കോൺഗ്രസിനെ പരാജയപ്പെടുത്തി. ഇത്തരത്തിലുള്ള സ്റ്റേറ്റുകളൊന്നും കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ അവർക്ക് വലിയ അധ്വാനമൊന്നും വേണ്ടി വന്നില്ല. അത് രാജസ്ഥാനിലാണെങ്കിലും മധ്യപ്രദേശിലാണെങ്കിലും ഒക്കെ തന്നെ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. മഹാരാഷ്ട്രയിലും അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ അവർ ഭയക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കുറേ കൂടി റീജിയണൽ പാർട്ടികളുടെ സ്ട്രെങ്തിനെയാണ്. ആ സ്ട്രെങ്തിനെ അവർ ഭയക്കുന്നത് കൊണ്ടാണ് നമുക്കെല്ലാം അറിയുന്നത് പോലെ മമതാ ബാനർജിക്കെതിരെ അവർ പടയൊരുക്കം നടത്തിയത്. DMK വീഴ്ത്താൻ അവർക്ക് വലിയ തോതിൽ ബുദ്ധിമുട്ടേണ്ടി വന്നു എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ വിജയനെ മുൻനിർത്തി മാത്രമാണ് അതവിടെ വീഴ്ത്താൻ കഴിഞ്ഞത്. ഇപ്പോഴും BJPക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതേപോലെ തന്നെയുള്ള ഒരു സ്റ്റേറ്റാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പടർന്നു കയറാൻ കഴിയണമെങ്കിൽ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ അവർക്കെതിരെ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഇല്ലാതാക്കണം. ആ പാർട്ടിയെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് പിണറായി എന്ന് പറയുന്ന കരുത്തനായിട്ടുള്ള നേതാവിനെ, പ്രതിപക്ഷ നേതാവിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിലൂടെ നടത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ഇതിൻ്റെ ക്ലാസിക് എക്സാമ്പിൾ എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാം. അത് ഡൽഹിയിലാണ്. ഡൽഹിയിലും ഇതുപോലെ തന്നെ അവർക്ക് ഒരു ബാലികേറാമലയായിരുന്നു. കോൺഗ്രസിനൊക്കെ അവർ അടിച്ച് താഴെയിട്ടെങ്കിലും അരവിന്ദ് കെജ്രിവാളിനെ അടിച്ച് താഴെയിടാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഏറ്റവും ആദ്യം അവർ ശ്രമിച്ചത് അദ്ദേഹത്തിൻ്റെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ ഇല്ലാതാക്കാനാണ്. അതിനുവേണ്ടി ഒരു ഗവൺമെൻറ് നയപരമായി എടുത്തിട്ടുള്ള തീരുമാനത്തിൻ്റെ അകത്ത് പോലും അഴിമതി ഉണ്ടാകും എന്ന് കണ്ടെത്തുകയും അഴിമതി ഉണ്ട് എന്ന് അവർ പ്രചരിപ്പിക്കുകയും അത് കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ ജയിലിലടക്കുകയും PMLA ആക്ട് പ്രകാരമുള്ള ആക്ടുകൾ ചുമത്തിക്കൊണ്ട് പെട്ടെന്ന് ജാമ്യം കിട്ടാത്ത രീതിയിൽ അദ്ദേഹത്തെ ജയിലിലടച്ചു. കൂടാതെ അദ്ദേഹത്തിന് വേണ്ടി ഗുജറാത്തിലും അവരുടെ പാർട്ടി വളർത്തിക്കൊണ്ടിരുന്ന മനീഷ് സിസോദിയെ പോലെയുള്ള ആളുകളെയും സഞ്ജയ് സിംഗ് എന്ന് പറയുന്ന MP അടക്കം ജയിലിലടക്കുകയും യഥാർത്ഥത്തിൽ കുറേ വർഷങ്ങളോളം മാസങ്ങളോളം ജയിലിൽ പാർപ്പിക്കുകയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ സെക്കൻഡ് ലെവലായിട്ടുള്ള നേതാക്കന്മാരില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആ പാർട്ടിയെ തന്നെ ഇല്ലാതാവുകയും ഡൽഹിയിലടക്കം വലിയ തോൽവി അരവിന്ദ് കെജ്രിവാൾ ഏറ്റുവാങ്ങുകയും ചെയ്യേണ്ടി വന്നു. കൂടാതെ ഇപ്പോൾ പഞ്ചാബിൽ പോലും അവരുടെ ആളുകളിൽ പല 7 MP കൃത്യമായിട്ട് BJPയിലേക്ക് എത്തിച്ചു. ഇനി നിരവധി MLA കൂടി എത്തിച്ചുകൊണ്ട് അവിടെ കൂടി ആ തകർച്ച പൂർണ്ണമാക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ആ കേസിൻ്റെ ഒടുക്കം എന്താണ് സംഭവിച്ചതെന്ന് കൂടി പ്രേക്ഷകർ അറിയണം. ഒടുക്കം സംഭവിച്ചത് അരവിന്ദ് കെജ്രിവാൾ നിരപരാധിയായിരുന്നു എന്ന് കണ്ടെത്തി. പക്ഷേ നിരപരാധിയായപ്പോഴേക്കും സ്വന്തം രാജ്യവും ഈ പറഞ്ഞ ഭടന്മാരും പാർട്ടിയും ഒക്കെ വിട്ടുപോയി പാവം അരവിന്ദ് കെജ്രിവാളിനെ. അദ്ദേഹത്തിൻ്റെ ഡൽഹി ഭരണം നഷ്ടമായി. അദ്ദേഹത്തിന് ആം ആദ്മി പാർട്ടിയിൽ തന്നെയുള്ള വലിയ പിടുത്തം നഷ്ടമായി. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ 6-7 MP BJP കൊണ്ടുപോയി. പഞ്ചാബിൽ പോലും ഭരണം തുലാസിലായി. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. പക്ഷേ ഇതൊന്നും തിരിച്ചു കൊടുക്കാൻ കഴിയില്ലെന്നും നമുക്ക് ജനങ്ങളൊക്കെ തന്നെ തിരികെ അദ്ദേഹത്തെ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ പോലും നടക്കാത്ത അവസ്ഥയിലേക്കായി പോയി എന്നൊക്കെ നമുക്കറിയാം. യഥാർത്ഥത്തിൽ അത്തരത്തിൽ ഡൽഹിയിൽ നടത്തിയിട്ടുള്ള അതേ ഓപ്പറേഷൻ തന്നെ മമതാ ബാനർജിക്കെതിരെ നടത്തിയിട്ടുള്ള അതേ ഓപ്പറേഷൻ തന്നെ DMK സ്റ്റാലിനെതിരെ നടത്താൻ ശ്രമിച്ചിട്ടുള്ള അതേ ഓപ്പറേഷൻ തന്നെ അതിനേക്കാൾ കുറച്ചുകൂടി ശക്തമായിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് പിണറായി വിജയനെതിരെ നടത്തുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മറ്റ് 2 പേരെയും ഒക്കെ വീഴ്ത്താൻ അഴിമതിയുടെ ചില കാര്യങ്ങളൊക്കെ പറയാമെങ്കിൽ പോലും ഒരു മുഖ്യമന്ത്രിയായിരുന്ന 10 കൊല്ലമായിരുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ മകൾ കേവലം 8 ലക്ഷം രൂപ വീതം ഒരു പണം കിട്ടാൻ വേണ്ടിയിട്ട് അതും വൈറ്റ് മണിയായി മേടിച്ചു എന്നൊക്കെ പറയുന്നത് എത്രത്തോളം നമുക്ക് വിശ്വസിക്കാവുന്ന കാര്യമാണെന്നുള്ളത് ആലോചിക്കേണ്ടതാണ്. ഞാനടക്കം നേരത്തെ ഇതിനെ സംബന്ധിച്ച് വീഡിയോ ചെയ്തപ്പോൾ ഇതിലൊരു ശരികേടുണ്ട് എന്ന് വിചാരിച്ച് വീഡിയോ ചെയ്ത ഒരാളാണ്. പക്ഷേ ഇന്നെനിക്ക് കൃത്യമായി ബോധ്യമുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ കേരളം പിടിക്കാനുള്ള BJPയുടെ പ്ലാനാണ്. ഈ കോൺഗ്രസ് മുക്ത ഭാരതമല്ല BJPയുടെ ലക്ഷ്യം. BJPയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് മറ്റ് സ്ട്രോങ് ആയിട്ടുള്ള റീജിയണൽ പാർട്ടികൾ അവർ മുക്തമായിട്ടുള്ള ഒരു ഭാരതമാണ്. അങ്ങനെ ഭാരതമാണെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു എതിരാളി നിന്നാലും കുഴപ്പമില്ല എന്നവർ വിചാരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഇന്ന് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെ അഴിമതിക്കെതിരെ പോരടിക്കുന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കൊടകരയിൽ കേസുണ്ടായപ്പോൾ അവർക്ക് അന്വേഷിക്കാൻ തോന്നിയില്ല. കള്ളപ്പണം പിടിച്ചെടുത്തപ്പോൾ അന്വേഷിക്കാൻ തോന്നിയില്ല. 30,000 രൂപ മേടിച്ച് അജിത് പവാറിനെ ജയിലിൽ അടക്കണമെന്ന് അവർക്ക് തോന്നിയില്ല. പക്ഷേ അത് BJPയിലേക്ക് മാറിയപ്പോഴേക്കും അതിൻ്റെ പരിപാടി തീർന്നു. ഇത്തരത്തിൽ എതിർ രാഷ്ട്രീയക്കാരോട് മാത്രം അന്വേഷണം നടത്തുന്ന ആളുകൾ വെളുപ്പിന് 6 മണി മുതൽ ഈ പറയുന്ന
1,72,00,000 രൂപയുടെ അഴിമതിക്ക് വേണ്ടിയിട്ടുള്ള വലിയ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി വീണ വിജയൻ 7 മണിക്കൂർ ചോദ്യം ചെയ്തിരിക്കുന്നു. മിക്കവാറും നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴേക്കും റെയ്ഡ് കഴിഞ്ഞവർ മടങ്ങിയിട്ടുണ്ടാവും. ഇതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ CPM-നെ ഇവിടെ ഇല്ലാതാക്കിക്കൊണ്ട് CPM-ൻ്റെ കീഴിലുള്ള ഹിന്ദു വോട്ട് ബാങ്കുകളൊക്കെ തന്നെ തങ്ങളുടേതാക്കി മാറ്റാനുള്ള വലിയ പരിശ്രമം നടത്തുക എന്നുള്ളതിൻ്റെ ഭാഗമായി അവർ ഇതുവരെ നടത്തിക്കൊണ്ടിരുന്നിട്ടുള്ള ഒരു നരേറ്റീവ് ബിൽഡിങ്ങിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് കൂടി അവർ കടക്കുന്നു എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്നും ആലോചിച്ചു പോകരുത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും BJP-യും CPM-ഉമായിട്ടൊരു ഡീലുണ്ടെന്നും എന്തുകൊണ്ടാണ് CPM-ൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തതെന്നും ചോദിച്ചാൽ രാഹുൽ ഗാന്ധിയൊക്കെ ഈ പറഞ്ഞ പോലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ആദ്യം ഈ പറയുന്ന പോലെ പിണറായി വിജയനാണെങ്കിൽ അടുത്തത് നിങ്ങളെയും തേടി അവർ വരാനിരിക്കുന്നു എന്നുള്ളത് മറന്നു പോകരുത്. ഇതാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് സത്യസന്ധമായി പറയാനുള്ളത്. മറന്നു പോകരുത്, ഇത് പിണറായി വേട്ടയാണ്. ഇത് BJP-യെ വളർത്താനുള്ള ഇലക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റായ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ പദ്ധതിയാണ്. അവർ കൈകൾ മാത്രമാണ്, BJP-യുടെ പദ്ധതിയാണ്.